നിങ്ങളുടെ വെയിറ്റ് അനുസരിച്ച് വേണം വെള്ളം കുടിക്കാൻ. അപ്പോൾ നിങ്ങൾ ഒരുപാട് വെള്ളം കൊടുത്തിട്ട് ഒരു കാര്യവുമില്ല. അയ്യോ ഞാൻ ഇന്ന് വെള്ളം കുടിച്ചില്ല, നമ്മൾ കുപ്പിയിൽ ഇങ്ങനെ വെള്ളം കുടിച്ചാൽ ഒരു കാര്യവുമില്ല. നിങ്ങൾ 2 സിപ്പ് വെള്ളം 10 മിനിറ്റ് ഇടവിട്ട് 2 കൗള് വെള്ളം വീതം കുടിക്കുക. അപ്പം 60 കിലോ ഉള്ള ഒരാളാണെങ്കിൽ 3 ലിറ്റർ വെള്ളമാണ് ഒരു ദിവസം കുടിക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ വെയിറ്റ് അനുസരിച്ച് നിങ്ങൾ നോക്കുക. 65 ആണെങ്കിൽ 3.5 ലിറ്റർ വെള്ളം കുടിച്ചിരിക്കണം മസ്റ്റായിട്ട്. അപ്പോൾ നിങ്ങൾ ന്യൂട്രീഷൻ എടുത്ത് അരമണിക്കൂർ കഴിയുമ്പോൾ തൊട്ട് 2 കൗള് വെള്ളം 2 കൗള് കുടിക്കുക. 10 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും 2 കൗള് കുടിക്കുക. വീണ്ടും 10 മിനിറ്റ് കഴിഞ്ഞ് 2 കൗള് കുടിക്കുക. അങ്ങനെ നിങ്ങളൊരു 12:30 ആകുമ്പോൾ നിങ്ങൾ വെള്ളം കുടിക്കണത് നിർത്തുക. എന്നിട്ട് നിങ്ങൾ അരമണിക്കൂർ ഗ്യാപ്പ് കൊടുക്കണം ഉച്ചക്കത്തെ ഫുഡിന്. മനസ്സിലായോ? ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്യാസ് വരും. ഇപ്പം നമുക്ക് ഗ്യാസ് എന്തെങ്കിലും കഴിച്ചാൽ ഉടനെ വയറ് വന്ന് അടച്ചു വീർത്ത് ഗ്യാസ് വരുന്നെന്ന് പറയുന്നില്ലേ, അത് ഈ ഭക്ഷണം നിങ്ങൾ കറക്റ്റായി വെള്ളം കറക്റ്റ് ആക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ ഈ 12:30ക്കാണ് നിർത്തുന്നതെങ്കിൽ 1 മണിക്ക് ഊണ് കഴിക്കണം. ഇല്ല 1 മണിക്കാണ് 1:30ക്കാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ 1 മണിക്ക് വെള്ളം കുടിക്കണം, നിർത്തണം. എന്നിട്ട് വീണ്ടും ഇത് സ്റ്റാർട്ട് ചെയ്യേണ്ടത് 1:30ക്ക് ശേഷം. മനസ്സിലായി? അതായത് ഭക്ഷണത്തിന് അരമണിക്കൂർ മുൻപും അരമണിക്കൂർ ശേഷം മാത്രമേ വെള്ളം കുടിക്കാവുള്ളൂ. വെള്ളം ഒരു കാരണവശാലും ഭക്ഷണത്തിനൊപ്പം കുടിക്കരുത്. ഇപ്പം നിങ്ങൾ ഗസ്റ്റ് ഉള്ളവരൊക്കെ വീട്ടിൽ ആദ്യം കൊണ്ട് അവർക്ക് വെള്ളമല്ല വെക്കുന്നത്, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഗസ്റ്റിന് കൊടുത്തവർക്ക് അത് അറിയില്ലല്ലോ. പക്ഷെ നമ്മൾ ഒരിക്കലും ഭക്ഷണത്തിന് ഒപ്പം വെള്ളം കുടിക്കാൻ പാടില്ല. ഭക്ഷണത്തിനൊപ്പം വെള്ളം കുടിച്ചാൽ നമുക്ക് ഗ്യാസ് വരും. പിന്നെ ഉച്ചക്കത്തെ ഫുഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ എടുക്കുന്ന റൈസ് ഉണ്ടല്ലോ, ഇത്രയും നാൾ നിങ്ങൾ കഴിച്ചുകൊണ്ടിരുന്ന റൈസ് അതിൻ്റെ നേർ പകുതിയാക്കിയിട്ട് അതിനകത്ത് സാലഡ്സ് വേണം. അതായത് എന്തെങ്കിലും വെജിറ്റബിൾസ്, നല്ല വെജിറ്റബിൾസ്. മണ്ണിനടിയിലുള്ള കിഴങ്ങ് വർഗ്ഗങ്ങളൊന്നും നമുക്ക് ഹൈ ഫാറ്റാണ്, അപ്പോൾ അതൊന്നും നമുക്ക് വേണ്ട. മണ്ണിനടിയിലുള്ള കിഴങ്ങ് വർഗ്ഗങ്ങൾ വേണ്ട. പിന്നെ ഇലക്കറികളെല്ലാം നമുക്ക് കഴിക്കാം അത്യാവശ്യത്തിന്. അച്ചിങ്ങ, കോവയ്ക്ക, പാവയ്ക്ക അങ്ങനെയുള്ള എല്ലാ ഇലക്കറികളും നിങ്ങൾ കഴിക്കാം. പിന്നെ ഉച്ചയ്ക്ക് ശേഷം പിന്നെ ഫ്രൈ ഐറ്റംസ് ഒന്നും നിങ്ങൾ കഴിക്കാൻ പാടില്ല. മീൻ കറി കഴിക്കാം. ചോറിൻ്റെ അളവ് കുറയ്ക്കുക. പിന്നെ നിങ്ങൾക്ക് പ്രോട്ടീൻ കണ്ടന്റുള്ള എന്തെങ്കിലും ഒരു ഫുഡും കഴിക്കാം. അപ്പോൾ അത്രയും സാധനങ്ങളാണ് ഉച്ചക്കലത്തെ ഫുഡിൽ നിങ്ങൾക്ക് വേണ്ടത്. ഉച്ചയ്ക്ക് ശേഷം ഞാൻ പറഞ്ഞല്ലോ വെള്ളം കുറേശ്ശെ കുടിക്കുക. 4 മണിക്ക് നിങ്ങൾക്ക് അമിതമായിട്ടൊരു വിശപ്പൊക്കെ വരുവാണെങ്കിൽ ഒരു റോബസ്റ്റ് പഴവോ ഒരു പേരക്കയുടെ പകുതിയോ അങ്ങനെ എന്തെങ്കിലും കഴിച്ചാൽ മതി. രാത്രിയിൽ ഇന്നത്തേക്ക് 3 ചപ്പാത്തി അല്ല 2 ചപ്പാത്തി മതി. 2 ചപ്പാത്തി അല്ലെങ്കിൽ 2 ഗോതമ്പ് ദോശയാണ് രാത്രിത്തെ ഭക്ഷണം. അത് 7 മണിക്ക് മുമ്പ് നിങ്ങൾ കഴിച്ചിരിക്കണം. അപ്പോൾ നമ്മൾ ഓർക്കും വെയിറ്റ് കുറവുള്ളവരും അങ്ങനെ തന്നെ ഇന്നത്തെ ഡയറ്റ്. അപ്പം ഈ 2 ദോശ കഴിക്കുക. അതിന് ശേഷം രാത്രിയിൽ 6:30 വരെ മതി ഈ ബോഡി ക്ലീനിങ്ങിനുള്ള വെള്ളം വേണമെന്ന് പറഞ്ഞത്. 6:30 കഴിഞ്ഞ് 7 മണിക്ക് നിങ്ങൾ 2 ദോശ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം എന്തെങ്കിലും കറികൾ എന്തെങ്കിലും അത്യാവശ്യം എടുക്കാം. ഓവറായിട്ടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല രാത്രിയിൽ. പിന്നെ രാത്രിയിൽ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ദാഹിക്കുവാണെന്നുണ്ടെങ്കിൽ വെള്ളം കുടിക്കാം. പക്ഷേ ഈ സിപ്പായിട്ടുള്ള വെള്ളം 6:30 വരെ മതി. ദാഹിക്കുവാണെങ്കിൽ ഇപ്പോൾ ചൂടുള്ള സമയമാണല്ലോ, അപ്പോൾ നിങ്ങൾക്ക് ദാഹിക്കുവാണെങ്കിൽ 1-2 ഗ്ലാസ് വെള്ളമൊക്കെ കുടിക്കാം. അതിനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ എപ്പോഴാണോ നിങ്ങൾ ഉറങ്ങുന്നതിന് അരമണിക്കൂർ മുൻപ് വെള്ളമെല്ലാം നിർത്തണം. അരമണിക്കൂറല്ല 3/4 മണിക്കൂർ മുമ്പ് വെള്ളം കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്യണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു 10 മണിക്ക് കിടന്നിട്ട് 5 മണിക്ക് എണീക്കുന്നതായിരിക്കും നിങ്ങളുടെ കറക്റ്റ് ട്രാക്ക്. അതായത് നിങ്ങൾ കിടക്കുന്നതിന് തൊട്ട് മുമ്പ് വെള്ളം കുടിച്ചിട്ട് കിടക്കുന്ന ശീലമുണ്ട് ഓരോരുത്തർക്ക്. അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ നിങ്ങളൊരു 11:30-12 ആകുമ്പോൾ വീണ്ടും ഉണരും. നിങ്ങളുടെ ഉറക്കത്തിന് ഡിസ്റ്റർബൻസ് വരും, നിങ്ങളുടെ ഫാറ്റ് കുറയില്ല. ഒന്നത്. അപ്പോൾ നമ്മളൊരു 9:30ക്ക് മുമ്പ് കിടക്കുകയാണെങ്കിൽ 8:45 ആകുമ്പോൾ വെള്ളം കുടിക്കണതൊക്കെ നിർത്തിയിട്ട് യൂറിനെല്ലാം പാസ് ചെയ്തിട്ട് പോയി കിടക്കുക. ഇനി ഇടയ്ക്ക് നിങ്ങൾ ഉണർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ പിറ്റേ ദിവസത്തേക്കുള്ള ചിന്തകളിലേക്കൊക്കെ പോയി നിങ്ങൾ 1 മണിക്കൂർ നിങ്ങളുടെ ഉറക്കത്തിന് ബ്രേക്ക് വരും. അപ്പോൾ 10 തൊട്ട് 5 മണി വരെ നിങ്ങൾ കറക്റ്റായിട്ട് ഉറങ്ങിയിട്ട് 5 മണിക്ക് എണീറ്റ് രാവിലത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സമയം കിട്ടും. അപ്പോൾ നിങ്ങൾ നേരത്തെ കിടക്കുക, നേരത്തെ എണീക്കുക. അതാണ് നമ്മൾ ശരിക്കും ചെയ്യേണ്ടത്. ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 11-12 മണിക്കൊക്കെ എല്ലാവരും ഇരുന്നിട്ട് നിങ്ങളെല്ലാവരോടും സംസാരിച്ച് നിങ്ങളുടെ ഈ രാത്രിയിലത്തെ നിങ്ങളുടെ ഈ ഒരു ഫുഡൊക്കെ ഒരുപാട് ഹസ്ബൻഡൊക്കെ വരാൻ വെയിറ്റ് ചെയ്ത് രാത്രിയിലത്തെ ഫുഡൊക്കെ 11 മണി 12 മണിക്കൊക്കെ നിങ്ങൾ കഴിക്കും. എന്നിട്ട് നിങ്ങൾ പോയി കിടക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ അത് മുഴുവൻ ഫാറ്റായിട്ട് കയറും. അതേസമയം നിങ്ങൾ 7 മണിക്ക് ഫുഡ് കഴിച്ച് ശീലിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്ന് പുറത്തൊക്കെ പോയി നടന്ന് കുറേ സമയമുണ്ട്. അപ്പോഴേക്കും നിങ്ങളുടെ ഈ ഫുഡെല്ലാം ഡൈജസ്റ്റായി നല്ല വയറൊക്കെ നല്ല കാലിയായിട്ടാണ് നിങ്ങൾ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ നിങ്ങൾക്ക് എണീക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾ 11 മണിക്കൊക്കെ ഫുഡ് കഴിച്ചിട്ട് കിടന്നാൽ നിങ്ങളുടെ വിസറൽ ഫാറ്റ്, വയറിൻ്റെ ഭാഗത്തുള്ള ഫാറ്റ് വന്ന് കൂടി വയറൊക്കെ ചാടി നാളെ നിങ്ങൾക്ക് ഹാർട്ട് സംബന്ധ അസുഖങ്ങളിലേക്ക് പോകാനായിട്ട് സാധ്യത കൂടുതലാണ്. ഇന്ന് വെറുതെ ഹോസ്പിറ്റലിൽ ചെക്ക് ചെയ്യുമ്പോഴായിരിക്കും 2 ബ്ലോക്ക് ഉണ്ട്, ആൻജിയോഗ്രാം ചെയ്യണം, ആൻജിയോപ്ലാസ്റ്റി ചെയ്യണം എന്നൊക്കെ പറയണത്. അപ്പോൾ അതിലേക്കൊന്നും നിങ്ങൾക്ക് പോകേണ്ടി വരുമല്ല ഇതേ ഡയറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ ആദ്യത്തെ 3 ദിവസം ചെറിയൊരു ലൂസ് മോഷൻ ചിലർക്ക് വരാറുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളുടെ ഈ ബോഡിയിൽ നല്ലൊരു ന്യൂട്രീഷൻ ചെന്നേക്കുക. അപ്പോൾ നിങ്ങൾ ഇത്രയും നാളും കഴിച്ച ഫുഡിലുള്ള കെമിക്കൽസ്, മെഡിസിൻസിൻ്റെ ഒക്കെ ഉണ്ടായാലും നമ്മുടെ ശരീരത്തിലുണ്ടാവും. അതെല്ലാം പുറത്തേക്ക് പോകും. അപ്പോൾ ചിലർക്കൊരു ലൂസ് മോഷൻ വരും, ചിലർക്ക് തലവേദന വരും, ചിലർക്കൊരു ഗ്യാസ് ഫോം ചെയ്യുന്ന പോലെ തോന്നും. അത് നിങ്ങൾക്ക് ഇതൊന്നും ചിലപ്പോൾ വരണമെന്നുമില്ല. പക്ഷെ നമ്മളിത് അഡ്വാൻസ് ആയിട്ട് പറഞ്ഞു തരും. ചില നിങ്ങളിത് കഴിച്ചോണ്ടോ നിങ്ങൾക്കൊന്ന് വയറ്റിന്നൊക്കെ പോയി ഇത് നമുക്ക് പിടിച്ചില്ല, ഇത് നമുക്ക് പറ്റിയ സാധനമില്ല, അങ്ങനെ നിങ്ങൾ ചിന്തിക്കേണ്ട. നിങ്ങളുടെ ശരീരത്തിലുള്ള എല്ലാ ക്ലീനിങ് നടക്കും ആദ്യത്തെ 3 ദിവസം.
3 ദിവസം ക്ലീനിങ് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങളുടെ ആ ഒരു എനർജി നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്നിപ്പോൾ നാളെ തന്നെ നീ പറഞ്ഞ പോലെ ചെയ്താൽ രാവിലെ എണീക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു എനർജി എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ചെയ്യുന്നവർക്ക് നല്ല രീതിയിൽ മാറ്റം വരും. 3 ദിവസം കഴിയുമ്പോൾ നമ്മൾ പ്ലാൻ പേഴ്സണലായിട്ട് ഇരുത്തി 1 to 1 ആയിട്ട് പറഞ്ഞു തരും. പിന്നെ എനിക്കിപ്പോൾ കോട്ടയൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ ആലുവയിലായതുകൊണ്ട് ഞങ്ങൾ സൂമിൽ വരും. ശൈല ഉണ്ടാവും ഡെയിലി പറഞ്ഞുതരാൻ. പിന്നെ നമ്മളുടെ സീനിയർ കോച്ചസൊക്കെ സൂമിൽ വന്ന് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതാണ് നമ്മളുടെ പ്രോഗ്രാം. പിന്നെ ഷുഗർ ഉള്ളവർ നമ്മുടെ ഈ ന്യൂട്രീഷനിൽ കാർബോഹൈഡ്രേറ്റ് ഇല്ല, മധുരമുണ്ട്. അത് നമ്മൾക്ക് ഒറിജിനലുള്ള സ്റ്റീവിയ എന്ന് പറഞ്ഞ ചെടിയിൽ നിന്നും കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ തൊണ്ടയ്ക്ക് താഴോട്ട് ഈ മധുരം ഇറങ്ങുന്നില്ല, നാവിന് മാത്രമേ ടേസ്റ്റ് ഉള്ളൂ. അതുകൊണ്ട് ഷുഗർ ഉള്ളവർക്ക് ഈ പ്രോഗ്രാം ചെയ്യുമ്പം ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ അവരിപ്പം മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ, മെഡിസിൻ പെട്ടെന്ന് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഷുഗർ ഉള്ളവർ ഒരു 11 മണിയൊക്കെ ആകുമ്പം ഷുഗർ കുറയും, മെഡിസിൻ എടുക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർ ഒരു എന്തെങ്കിലും ഒരു ദോശയോ, ഇത്ര നാൾ നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു 3 ദോശയാണെങ്കിൽ ഒരു ദോശ എന്തെങ്കിലും ആ സമയത്തൊന്ന് കൊടുത്താൽ മതി. അപ്പോൾ അത് കറക്റ്റ് ആയിക്കോളും ഷുഗർ ഉള്ളവർക്ക്. അല്ലാത്തൊരു വിശക്കുവാണെങ്കിൽ വെള്ളം മാത്രം കുടിച്ചാൽ മതി. പക്ഷേ വേണമെങ്കിൽ ഒരു റോബസ്റ്റ് പഴം തിന്നാലും കുഴപ്പമില്ല, അത്ര കലോറി ഇല്ല. പക്ഷേ രാവിലെ ഈ ന്യൂട്രീഷൻ, ഉച്ചയ്ക്ക് നമ്മുടെ നോർമൽ ഫുഡ്, രാത്രിയിൽ ലൈറ്റ് ടിഫിൻ. അതാണ് നിങ്ങളുടെ പ്ലാൻ. ഇന്നത്തെ പ്ലാനിൽ എന്തെങ്കിലും വ്യത്യാസപ്പെടുത്താൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? 4 മണിക്ക് ലഡു, ജിലേബി, സമോസ അങ്ങനെയുള്ള ഒരു സാധനം കഴിക്കാൻ പാടില്ല. അത്ര വിശക്കുവാണ് ഒരു റോബസ്റ്റ് പഴം. ഇപ്പം നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ട് വരും, ഇതൊക്കെ ഇങ്ങനെ ഒഴിവാക്കണമല്ലോ, നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയില്ല നമ്മൾ ജീവിക്കണേ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കും. പക്ഷേ അങ്ങനെയല്ല. ഒരു സമയം വരുമ്പം നമുക്കൊന്നും കഴിക്കാൻ മേലാതെ നമ്മൾ അവശതയായി പോകും. അപ്പോൾ നിങ്ങൾ കാർബോഹൈഡ്രേറ്റ് കുറയും തോറും നിങ്ങൾ ആൻറ്റി ഏജിങ് ആയിരിക്കും. ഇപ്പോൾ എൻ്റെ അതേ ഏജിലുള്ള നാട്ടിലുള്ളവരെ കണ്ടു കഴിഞ്ഞാൽ അവർ ഭയങ്കര വീക്കായി, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ എല്ലാം ഉണ്ട്. അപ്പം നമ്മൾ ആൻറ്റി ഏജിങ് നടക്കണം. നമ്മളെ കണ്ടു കഴിഞ്ഞാൽ കാർബോ എത്ര കുറയ്ക്കും തോറും നമുക്ക് അസുഖങ്ങളും കുറയും, ആരോഗ്യം കൂടുകയും ചെയ്യും. മനസ്സിലായോ?